അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ 2025 ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വൈദ്യശാസ്ത്രം നൊബേൽ പുരസ്കാരം നമുക്ക് കോഡുകളൊക്കെ വെച്ചുകൊണ്ട് ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് പഠിച്ചു പോയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നോക്കൂ, 2025 3 പേർക്കാണ് വൈദ്യശാസ്ത്രത്തിനുള്ള പുരസ്കാരം, നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? ഫ്രെഡ് റാംസ്ഡെൽ. ആരാണ്? ഫ്രെഡ് റാംസ്ഡെൽ, USA കാരനായിട്ടുള്ള ഫ്രെഡ് റാംസ്ഡെൽ. മേരി ഇ ബ്രങ്കോ, USA കാരിയാണ് മേരി ഇ ബ്രങ്കോ. ഷിമോൺ സക്കാഗുച്ചി ജപ്പാൻ കാരനാണ്. അപ്പോൾ 3 പേർക്കാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഫ്രെഡ് റാംസ്ഡെൽ, മേരി ഇ ബ്രങ്കോ, ഷിമോൺ സക്കാഗുച്ചി. ഇനി അവരുടെ കണ്ടെത്തലുകൾ എന്താണ്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നൊബേൽ പുരസ്കാരം ലഭിച്ചത് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ്. ഇനി നമുക്കിത് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോൾ നോക്കൂ, കോഡ് ഇതാണ്. ഫ്രൈഡ് റൈസ് കഴിച്ച മേരിക്ക് മോണയിൽ ഇൻഫെക്ഷൻ. എന്താണ്? ഫ്രൈഡ് റൈസ് കഴിച്ച മേരിക്ക് മോണയിൽ ഇൻഫെക്ഷൻ. അപ്പോൾ ഫ്രൈഡ് റൈസ് എന്നതിൽ നിന്ന് ഫ്രെഡ് റാംസ്ഡെൽ കണക്ട് ചെയ്യാലോ. ഫ്രൈഡ് റൈസ് എന്നതിൽ നിന്ന് ഫ്രെഡ് റാംസ്ഡെൽ കണക്ട് ചെയ്ത് പോവാം. മേരിക്ക് എന്നതിൽ നിന്ന് മേരി ഇ ബ്രങ്കോ കണക്ട് ചെയ്യാം. ഇനി മോണയിൽ ഇൻഫെക്ഷൻ അല്ലേ, മോണ എന്നതിൽ നിന്ന് ഷിമോൺ സക്കാഗുച്ചിയും കണക്ട് ചെയ്യാലോ. അപ്പോൾ എന്തിനാണ് മെഡിസിൻ എടുത്തിട്ടുള്ളത്? ഫ്രൈഡ് റൈസ് കഴിച്ച മേരിക്ക് മോണയിൽ ഇൻഫെക്ഷൻ വന്നു, അങ്ങനെ മെഡിസിൻ എടുത്തു അല്ലെ. ഇനി അവരുടെ കണ്ടെത്തലുകൾ എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോൾ ഇൻഫെക്ഷൻ വന്നപ്പോൾ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെടുത്തു? മെഡിസിൻ എടുത്തു. അപ്പോൾ കണ്ടെത്തലുകളും പഠിച്ചു വെക്കാലോ, കണക്ട് ചെയ്യാലോ. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്